ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറി ട്യൂട്ടോറിയലിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ത്രെഡ്സ് ആണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ത്രെഡ്സ് നമ്മൾ എംബ്രോയ്ഡറിക്ക് വേണ്ടി യൂസ് ചെയ്യും. അത് ഏതൊക്കെയാണ്, അതിൻ്റെ റേറ്റ്, കാര്യങ്ങൾ ഇതൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതിലിപ്പം പരിചയപ്പെടാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ത്രെഡ്സ് ആണ് കേട്ടോ. നമ്മൾ ബേസിക്കായിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ത്രെഡ്സ് എല്ലാം ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം ബ്രാൻഡും അതുപോലെ തന്നെ റേറ്റും പിന്നെ എവിടെ നിന്നാണ് അവൈലബിൾ ആവുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ബേസിക് എംബ്രോയ്ഡറി ത്രെഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ത്രെഡാണ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ട്. ഇത് ആങ്കറിൻ്റെ ത്രെഡാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-നും 15-നും ഇടയ്ക്കാണ്. ഈ ഒരു ത്രെഡിന് 10 മുതൽ 15 രൂപ വരെ. അത് ഓരോ സ്ഥലങ്ങളിലും വേരിയേഷൻ ഉണ്ട് ചെറുതായിട്ട്. ആങ്കറിൻ്റെ ത്രെഡാണെങ്കിൽ നമ്മളതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു റോൾ ചെയ്തേക്കുന്ന ടൈപ്പ് ത്രെഡാണ്. ഇത് ആങ്കറിൻ്റെ തന്നെ പേൾ കോട്ടൺ ത്രെഡാണ്. ഇതിന് നമ്മുടെ സാധാരണ എംബ്രോയ്ഡറി ത്രെഡിൻ്റെ അത്രയും കട്ടിയില്ല, പക്ഷേ കുറച്ചുകൂടി ഒരു ഗ്ലേസിങ്ങിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു നല്ലൊരു ത്രെഡെന്ന് മറ്റതിനേക്കാൾ കൂടുതൽ തോന്നിക്കുന്നത് ഈ പേൾ കോട്ടൻ്റെ ത്രെഡാണ്. അതുപോലെ തന്നെ റേറ്റും വ്യത്യാസമുണ്ട്. പേൾ കോട്ടൻ്റെ ആകുമ്പം ഈ ഒരു റോളിന് ഏകദേശം 30 തൊട്ട് 35 വരെ അതിനിടയ്ക്കുള്ള റേറ്റാണ് വരുന്നത്. 30-35 ആ ഒരു റേറ്റൊക്കെയാണ് വരുന്നത്. ഈ രണ്ട് ത്രെഡാണ് മെയിനായിട്ട് നമ്മൾ എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആങ്കറിൻ്റെ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആങ്കറിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് ത്രെഡാണ്. പിന്നെ അതിൻ്റെ കളറൊന്നും ഫെയ്ഡ് ആവത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻലി യൂസ് ചെയ്യുന്ന രണ്ട് ത്രെഡ് നമ്മൾ എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ട്. ഇനി അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽക്കിൻ്റെ ത്രെഡാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും മെഷീൻ എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഫില്ലിങ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിൽക്കിൻ്റെ ത്രെഡ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ തിന്നായിട്ടുള്ള ഒരു ത്രെഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഹാൻഡ് എംബ്രോയ്ഡറിക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ മെഷീൻ എംബ്രോയ്ഡറിക്കാണ് കൂടുതലായിട്ടും സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഉള്ളത് ഇത് നമ്മുടെ ഗോൾഡൻ കളറും അതുപോലെ തന്നെ സിൽവർ കളറും ത്രെഡാണ് കേട്ടോ. ഇതും ആങ്കറിൻ്റെ തന്നെ ത്രെഡാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ത്രെഡ്സും കൂടി ഉണ്ടെന്നുള്ളത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനും ഏകദേശം ഒരു 15 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നൊരു ത്രെഡാണ് കേട്ടോ. ഇതും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് വരുന്ന ത്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൂളൻ ത്രെഡാണ്. അതായത് കമ്പിളി നൂല് എന്ന് പറയുന്ന സാധനം. ഇത് നമ്മൾ സാധാരണ എംബ്രോയ്ഡറിക്ക് ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ എന്നാലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പിന്നെ ഇത് കൂടുതലായിട്ട് നമ്മൾ ഈ ബോട്ടിൽ ആർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഈ ടൈപ്പ് ത്രെഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറിക്കും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കളറ് ജസ്റ്റ് ഫെയ്ഡ് ആവുന്ന ടൈപ്പാണ്. ചിലതിന് ഫെയ്ഡ് ആവില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് അതങ്ങനെ യൂസ് ചെയ്യാറില്ല, എങ്കിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സാറ്റിൻ്റെ റിബണാണ്. ഇത് നമുക്ക് പല കളറിലും അതുപോലെ തന്നെ പല വേരിയേഷൻസിൽ, അതായത് ഇതിൻ്റെ വീതി കൂടിയത് കുറഞ്ഞതെന്നുള്ള രീതിക്ക് 0.5 തൊട്ട് മുകളിലോട്ട് പല വീതിയിലുള്ളത്. ഇതിപ്പോൾ വീതി കൂടിയതാണ്, അതുപോലെ വീതി കുറഞ്ഞതെന്നുള്ള രീതിക്ക് പല റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലെ സാറ്റിൻ്റെ റിബണും നമ്മൾ എംബ്രോയ്ഡറിക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സ്യൂയിങ് ത്രെഡ്, അതായത് നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂല്. ഇത് നമ്മൾ മെയിനായിട്ടും ഹാൻഡ് എംബ്രോയ്ഡറി യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീഡ്സോ സർദോസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുന്നി കൊടുക്കാനൊക്കെ ആയിട്ടാണ് സാധാരണ ഈ നൂല് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ടും നമ്മൾ ത്രെഡ്സിൻ്റെ ഒരു ഏരിയയിൽ വരുന്നത്. നമ്മൾ എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ട് ഏകദേശം അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ സാറ്റിൻ്റെ റിബൺ ഏകദേശം ഒരു റോളിന് 10 മുതൽ 15 വരെയാണ് ആവുന്നത്. പിന്നെ ഹൈ ക്വാളിറ്റി റിബൺ ആണെങ്കിൽ ഏകദേശം 80 മുതൽ 100 രൂപ വരെയാണ് ആവുന്നത്. വൂളൻ ത്രെഡ് ആണെങ്കിൽ ഏകദേശം 10 രൂപയായിരിക്കും. പിന്നെയുള്ള സാധാരണ സ്വിംഗ് ത്രെഡിന് ഒരെണ്ണത്തിന് 4 രൂപ ആ ഒരു റേഞ്ചിലേക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ത്രെഡിൻ്റെ സെക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി വേറെ ഒരുപാട് ടൈപ്പ് ത്രെഡ്സ് ഉണ്ട് കേട്ടോ. ജെറി ത്രെഡ്സിൻ്റെ ഒക്കെ പല വേരിയേഷൻസ് വരുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ബേസിക് ആയിട്ട് ഇത്രയും ത്രെഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏകദേശം എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബീഡ്സിൻ്റെ അതുപോലെ തന്നെ ബാക്കി എന്തൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നത് വരെ ബൈ, താങ്ക് യു.